പറഞ്ഞാൽ ഇത് എഴുതിയത് വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം ഏകദേശം 11 മണി അടുപ്പിച്ചായത് എഴുതിയത് റീഡിങ്. കുഴപ്പമില്ല, എഴുതിയിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ വരും, നാളത്തെ. യെസ്, നാളത്തെ വീഡിയോ വരും. കാരണം വീഡിയോ നീളം കൂടുതലൊന്നുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യണില്ല, ഇതിനകത്തിരുന്ന് കറങ്ങിയാണ്. മനസ്സിലായില്ല? അതാണ്. അതെന്ന് പറഞ്ഞാൽ ഫുള്ള് കമ്പ്യൂട്ടർ ഒന്നും കൂടി റീചെക്ക് ചെയ്യണം. ഇവിടുത്തെ ലെവൽ ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചു. തലവേദന കേസ്. രണ്ടടുത്ത് ഫോട്ടോ മാറി മാറി അയ്യോ, അത് നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുന്നു. അവരോരോ ലെവല് കുറേ ആ ലെവലാകുമ്പോൾ എടുത്ത് ഫോട്ടോ അയച്ചു കൊടുക്കും. നേരത്തെ പറഞ്ഞാൽ പോയി എൻ്റെ ഫോണൊന്ന് ചാർജ് ചെയ്തിരുന്നു. ഫോൺ ചാർജ് ചെയ്തു ഈ ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുത്ത് ഇപ്പോഴത്തെ ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കാൻ പറഞ്ഞത് നന്നായി. അതും കൂടി എടുത്ത് കൊടുത്തോട്ടു. ഇനി നേരെ പോയി അവിടെ ചെന്നിട്ട് നോക്കട്ടെ. പോയി ലൈറ്റെല്ലാം ഓഫ് ചെയ്യും. പുറത്തോട്ട് സൺറൈസ് നോക്കണ്ട. ഇവിടത്തെ ചില സമയത്ത് ഇങ്ങനെ തന്നെ സെറ്റല്ലേ. ഇന്നലത്തത് തന്നെ ഇന്ന് പറ്റിയതേ ഉള്ളൂ എന്ന് തോന്നുന്നു. കുഴപ്പമില്ല, സൈസായി. അത് ഡ്യൂട്ടി ചേഞ്ച് ആയതിനു ശേഷം അതിലെടുക്കുകയൊക്കെ ഇല്ലായിരുന്നു. കാരണം നല്ല വലിയ ദൂരം തോന്നിക്കുന്നു. ഇവിടെയൊക്കെ വെള്ളം തൊഴിഞ്ഞു, നല്ല തൊഴിഞ്ഞു. കാട് പോലെ പൊടിഞ്ഞു, കുത്തിത്തള്ളി ഊരണ എന്തെങ്കിലും കയറി കിടക്കും. ഈ ചൂടാകുമ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ പുറത്തൊന്നും നടക്കും. കൂടുതലുള്ള ഒമാനി വന്നു. ഡ്യൂട്ടി ഇല്ലല്ലേ, അതുകൊണ്ട് ഡ്യൂട്ടി. ഞാൻ ഇനിയിപ്പോൾ പോയി കിടന്നുറങ്ങും. മൈക്ക് ആഫ്റ്റർ എ ലോങ് ടൈം. ഇനിയെന്ന് പറഞ്ഞാൽ നേരെ പോകണം ജോലിസ്ഥലത്ത്. വേറെ കാര്യങ്ങളൊന്നുമില്ല. മൈക്ക് കിട്ടി, മൈക്ക് ടെസ്റ്റും ചെയ്തേട്ടാ, അടിപൊളി. ഇപ്പോൾ സൗണ്ട് ഇത്തിരി കൂടി നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കിട്ടും. പൈസയായിട്ടാ, നല്ല പൈസയായി. ഒന്നും പറയാനില്ല. അതുകൊണ്ട് കൊള്ളാം, സാധനം കൊള്ളാം കേട്ടാ. ഏകദേശം 25,000 രൂപ സാധനം അടുപ്പിച്ചായില്ലേ. അതിൻ്റെ ക്വാളിറ്റി അത് കാണിക്കുന്നുണ്ട്. ആൾറെഡി വേറെ മൈക്കൊന്നും യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് അറിഞ്ഞുകൂടാ വില കുറഞ്ഞത് എങ്ങനത്തെ സൗണ്ട് തരുമെന്ന്. തന്നെ കൊള്ളാം കേട്ടോ, സാധനം കൊള്ളാം, അടിപൊളിയാ. ഇനി ഒരു ഐഫോണും കൂടെ എടുത്ത് സെറ്റായി. ഇനി ഞാൻ പോയി കളിച്ചോട്ടു, ഗെയിമുകളൊക്കെ എത്തും, സീസണ് കളിച്ചോട്ടു. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ടൂർണമെൻറ്റ് സെറ്റ് ചെയ്താൽ അത് ഏകദേശം സെറ്റാവാറായി. ഫണ്ടിൻ്റെ പെയ്ഡുള്ള അതിന് എത്ര 3-4 ടീമും കൂടി പൈസ വന്നാൽ സെറ്റാ. പറ്റുമോ നോക്കട്ടെ, കപ്പടിക്കണ. നമ്മൾ തന്നെ കപ്പടിച്ച പൊളിക്കില്ലേ, നോക്കാം. ജസ്റ്റ് ഇവിടെ നിന്ന് ഇറങ്ങിയാണ്. കട്ടശോകം അപ്ഡേറ്റ് വന്നപ്പോൾ അങ്ങോട്ട് റെഡി ആവണില്ല ഗെയിം. ഒരു സുഖമില്ല എനിക്ക് കളിക്കാൻ. 2-3 ദിവസം എടുക്കും. അത് എനിക്ക് എന്നെ തലവേദനിക്കുന്നത് കളിച്ചിട്ട്. ചെറിയ അപ്ഡേറ്റ് തന്നെ നടത്തിയത്, പക്ഷേ വലിയൊരു ചേഞ്ചാണ് അതിനകത്ത് തോന്നുന്നത്. ടോട്ടലി ഭയങ്കര വലിയ ചേഞ്ചായി. ഇനി ഞാൻ പോയി എല്ലാം കഴിക്കട്ടെ. ഞാൻ തന്നെ വെറുത്തുപോയി, മടുത്തുപോയി. മൈക്ക് പിന്നെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, കൊള്ളാം. കാരണം മൊബൈലിൻ്റെ സൗണ്ടിനേക്കാളും അത് നല്ല സൗണ്ട് ക്യാച്ച് ചെയ്യണുണ്ട്. ചെറുതായിട്ട് അലച്ചാൽ മതി. പിന്നെ നോയിസ് ക്യാൻസലേഷനും അടിപൊളിയാണെന്ന് തോന്നുന്നു. ഇനി അതിനുള്ള ബട്ടൺ ഉണ്ടായില്ലേന്ന് പറഞ്ഞുകൂടാ, നോക്കണം. അത് പച്ച കളർ കത്തി അതെങ്ങനെ നോയിസ് ക്യാൻസലേഷൻ ആണോ ഇല്ലയെന്നൊന്നും അറിഞ്ഞുകൂടാ. അതും ഇനി ചെക്ക് ചെയ്യണം. അതാണ് നോക്കട്ടെ. അത് തന്നെ തോന്നുന്നു, പച്ചയാണ് നോയിസ് ക്യാൻസലേഷൻ്റെ എന്ന് തോന്നുന്നു. അതിലൊരു എരപ്പ് വരണമെന്നില്ല. ഞാൻ അതും കണ്ടുപിടിച്ച്. ഇവിടെ ഇപ്പോൾ സൗണ്ട് ഉള്ളിടത്താണ് ഞാൻ വന്ന് നിൽക്കുന്നത്. ഇതിൻ്റെ പ്രഷറിൻ്റെ സൗണ്ട് ഉണ്ട് ഇവിടെ. ഇനി ഞാൻ പോയി വെള്ളം ഒന്നും വെച്ചിട്ടില്ല, കാരണം ഇത് കഴിക്കാൻ വേണ്ടിയാണ്. ഇത് കഴിക്കട്ടെ. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇറങ്ങണം, പോയി ഇന്ന് ക്ലീൻ ചെയ്യണം. നാളെ വെള്ളിയാഴ്ചയാണ്, അതുകൊണ്ട് ആ പരിപാടിയും കൂടി ഒതുക്കണം. വേറെ ഒന്നുമില്ല, അത് തന്നെ പരിപാടി. സൗണ്ട് അടിപൊളിയായിട്ട് കേൾക്കണമെന്ന് വിശ്വസിക്കുന്നു. അയ്യോ കൊള്ളാം കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഷൂ ഒക്കെ ഇട്ട് പോട്ടാം.
കൊള്ളാം, രണ്ടുപേർക്ക് സംസാരിക്കാം. അതിന് ആകാശം കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട് കണ്ടാ. കൊള്ളാമല്ലേ, ഇങ്ങനത്തെ വ്യൂ ഒന്നും അങ്ങനെ കിട്ടുകയൊന്നുമില്ല. ഇനി അതും പോയി എവിടെയും പോയിന്ന് എല്ലാം സെറ്റാകട്ടെ, കഴുകി ഇറക്കട്ടെ. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഓ ഇത് കൊണ്ട് വെച്ചാൽ വെച്ച് കേട്ടാ, ഇന്ന് കഴിവണത് നടപ്പുള്ള കേസല്ല, വെച്ചതിന് ശേഷം കഴിവ്. നാളെ ടീം വരും പോകണം. ഈ പോയി ഫോൺ കൊണ്ട് ചാർജ് ചെയ്തിട്ട് ആ പമ്പ് അവിടെ ഇരുന്നുകൊണ്ട് പിന്നെ വെള്ളം ഒഴിക്കാൻ പറ്റുള്ളൂ. മകനെ ചരിച്ച് കടത്തി വെച്ചിരിക്കുന്നത് 2 ദിവസം എടുത്താൽ അതിനെ വെച്ചതിന് ശേഷം കഴിയും. ഏകദേശം ഫോണിന്റെ ചാർജ് എൻ്റെ എടുത്ത് അങ്ങനെ നേരത്തെ എടുത്തതിനേക്കാളും ഭംഗി കൂടുതലാണിത്. നേരത്തെ എടുത്തതിന് ഭംഗി കുറവായിരുന്നു ഫസ്റ്റ് എടുത്തതിന്. അതുകൊണ്ട് തിരിച്ച് വീണ്ടും എടുക്കാൻ വേണ്ടി മണ്ടേ കയറിയതായിരുന്നു. കാണാൻ നല്ല രസമായിരുന്നു. ഇപ്പൊ കുറഞ്ഞു അതിന്റെ. പിന്നെ ഫീൽഡ് അടിപൊളിയാട്ടോ, കുറെ എടുത്ത് കണ്ടോ. അതൊക്കെ ഇനിയിപ്പോ വീണ്ടും സെറ്റാക്കി എടുക്കുമായിരുന്നു. അത് തന്നെ എപ്പോഴും നടന്നത്. അതായത് മൃഗത്തിന് കൊടുക്കേണ്ട പുല്ലേ. ഇനി ഞാൻ പോട്ട്, എൻ്റെ ഡ്യൂട്ടിക്ക് സമയമാറായി. ഇനിയിപ്പോൾ എത്ര അരമണിക്കൂറും കൂടി ഉണ്ട്. ഞാൻ ലൈറ്റൊക്കെ ഓണാക്കി എല്ലാം സെറ്റാക്കട്ടെ. ഇപ്പം എന്ന് പറഞ്ഞാൽ ചെടിക്കൊക്കെ ഞാൻ വെള്ളം ഒഴിച്ച് ഡസ്റ്റ്ബിന്നും കൊണ്ട് അതിനെ വൃത്തിയാക്കി. കാരണം എടുക്കാത്തതെന്ന് പറഞ്ഞാൽ അപ്പോഴും ഫോൺ ചാർജ് ചെയ്തിട്ടുണ്ട്. ഇതാണോ എടുക്കാത്തത്? വെള്ളിയാഴ്ച ചെയ്യേണ്ടത്, അതായത് നാളത്തേക്ക് ചെയ്യേണ്ടത് നേരിട്ട് ചെയ്ത്. അവിടെ ഇനി കഴിവാനും കൂടി ഉണ്ടായിരുന്നു, പക്ഷേ ഇത് വെച്ചിരുന്നുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. കമ്പ്യൂട്ടർ ബേസ് ഏകദേശം എല്ലാം നോക്കി, വേറെ കുഴപ്പമൊന്നുമില്ല, എല്ലാം ഏകദേശം സെറ്റാണ്. വെള്ളമായിട്ടൊന്നുമില്ല. എല്ലാം ഒന്ന് ചെക്ക് ചെയ്തായിരുന്നു. നോക്കാം, കോൾ പറഞ്ഞനുസരിച്ച് ഫോട്ടോ അയച്ചു കൊടുക്കുക. പിന്നെ സമയം കിട്ടും, കുറച്ചും കൂടി നോക്കാറുണ്ട്, അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യാറുണ്ട്. അതിപ്പോഴല്ല, ഒരു 8-9 മണിയാണ് സമയത്ത്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ പോയൊന്ന് ഫുള്ളൊന്ന് റൗണ്ട് അടിക്കണം. ഞാൻ കണ്ടല്ലോ കൊള്ളാം കേട്ടോ. നോർമലി സംസാരിക്കുമ്പോൾ സംസാരിച്ചങ്ങ് പോയാൽ മതി. സൗണ്ട് നല്ല കേച്ച് ചെയ്യുന്നു. പക്ഷെ ഇത്തിരി ഉറച്ചളച്ചളച്ചെണ്ട ഇവിടേക്കാ വേദന. കൊള്ളാം, ഞാൻ പോയി ഇറങ്ങി നോക്കട്ടില്ല. ഇവിടെയും കുഴപ്പമില്ല, സെറ്റാ. ഞാൻ അടുത്ത ക്ലോറിനേഷൻ്റെ അവിടെ പോയി നോക്കണം. അതും കൂടി തന്നെ. ഇനി ഇവിടത്തെ ഇത് മാറ്റിയതിന് ശേഷം ഇവിടെയും ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ കട്ട സർവീസ് ചെയ്തിട്ട് എടുത്തോണ്ട് വന്ന് വെച്ചതാ. അതിന് ഇവിടത്തെയും കൂടി നോട്ട്, ക്ലോറിനേഷനും കൂടി. എവിടെയും കുഴപ്പമില്ല, സെറ്റാ. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ മീറ്ററിൻ്റെ ഫോട്ടോയും കൂടി എടുത്ത് സെറ്റാക്കണം. മീറ്ററിൻ്റെയും കൂടി എടുത്ത് പോണകത്ത്. ഔട്ട്ലെറ്റ് കുറച്ച് കൺഫ്യൂസ് ആയിരിക്കുന്നു, കൂടുതൽ പോകണം. ഇത് നോക്കണമെന്ന്. ഇത് എഴുതി കഴിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത് കമ്പ്യൂട്ടർ ബേസ് ഒന്ന് ചെക്ക് ചെയ്യണം. ഇതുണ്ടാ, ഞാൻ ഇവിടെ എന്നപ്പോൾ നോക്കിയതായിരുന്നു. പക്ഷെ ഇത് ഇത്രയും പൊങ്ങിയിട്ട് താഴെ വീഴുമെന്ന് ഉറപ്പുണ്ട്. ഒന്നും കൂടി പൊങ്ങിയിട്ട് നല്ല താഴെ വീഴുമെന്ന് എനിക്കറിയാറ്. പ്രശ്നമെന്ന് പറഞ്ഞാൽ ഞാൻ തൊട്ട് പോലുമില്ല. ഇത് കാണിപ്പ് കണ്ടപ്പോൾ ഇത് വിറയ്ക്കും. പൈസ ഇടുന്നില്ല, അത് കാര്യമാണ്. പക്ഷേ ആ ഒരു ഇടുപ്പുണ്ടല്ലോ. കാരണം ഞാൻ കറക്റ്റ് ഒരു ഇതുണ്ട്, എൻ്റെ ലോ പോലെ ഉണ്ടല്ലോ, ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് കണ്ടപ്പോഴത്തേത് ഞാൻ പൈസ ഇടുന്നില്ല, എന്നാൽ പോലും ഞാൻ പൈസ ഇടുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു ഇടുപ്പുണ്ട്. ഞാൻ പൈസ ഇടുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ ചുമ്മാ എടുത്ത് വാങ്ങിച്ച് കൂട്ടുന്നില്ല, മനസ്സിലായത്? അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ചെയ്യണതാണ് ഞാൻ ഇനി ഇതും കൂടി നോക്കട്ടെ. അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്, അത് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. വേറെ ബാക്കി കുഴപ്പമൊന്നുമില്ല. ഒരു സൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ഇത് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ചെയ്യണം. അത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ഇപ്പോൾ ഒന്നും ചെയ്യണില്ല, കാരണം ലെവല് ഡൗണാണ്. ഒന്നും ചെയ്യണില്ല. അതുകൊണ്ട് ഇനി അതെല്ലാം രാവിലെ ചെയ്യണമെങ്കിൽ രാവിലെ അനുസരിച്ച് ചെയ്യാം, അതാണ് നല്ലത്. ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗായ്സ്. ഞാൻ അപ്പോൾ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് സെറ്റാകട്ടെ. ഓക്കെയാണ്.